ഞാൻ ലതാ രാജഗോപാൽ. ചെസ്കമ്പിൾ ഇന്റർനാഷണൽ എന്ന രജിസ്റ്റേർഡ് മതേതര സംഘടനയിലെ കർമ്മയോഗി. ജീവിതം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വരദാനമാണ്, എ പ്രഷ്യസ് ഗിഫ്റ്റ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ സന്തോഷകരവും സമാധാനപൂർണവുമായി മുന്നോട്ട് നയിക്കണം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ ജോയ്ഫുൾ ലൈഫ് എന്ന സീരീസിലെ 2ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ജീവിതത്തെ ഒരു പെൻഡുലമായിട്ട് കണക്കാക്കാം. പെൻഡുലം ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊന്നിലേക്ക് ചലിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ജീവിതവും സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കും ഇത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചലനത്തിനിടയിൽ ഒരുപാട് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. സാഹചര്യങ്ങളും പ്രതികരണങ്ങളും ചേർന്നാണ് ജീവിതം ഉണ്ടാവുന്നത്. ഈ സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ബാലൻസ് ചെയ്ത് നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. ജീവിതം സന്തോഷകരവും സമാധാനപൂർണവുമാക്കുവാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡു ജോയിൻ ദ കമ്പനി ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. ഡു ജേർണീസ് ദാറ്റ് എൻറിച്ച് യുവർ മൈൻഡ് ആൻഡ് ബോഡി. ഈ 2 കാര്യങ്ങൾ നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം. ആദ്യത്തേത്, സമാന ചിന്താഗതിക്കാരുമായി സഹകരിക്കുകയും സഹവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ കൂട്ടായ്മയിലെ ആൾക്കാരുമായി നല്ല ഐക്യവും നല്ല ദൃഢമായ ബന്ധവും ഉണ്ടാവുകയും പരസ്പര വിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും. നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും കൂടുതൽ എളുപ്പമാവും. പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും സഹായമായിരിക്കും. എന്ന് മാത്രമല്ല, ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പ്രചോദനവും ലഭിക്കും. ഇത്തരം കൂട്ടായ്മകളിലൂടെ ജീവിതം കൂടുതൽ ചലനാത്മകവും കർമ്മനിരതവും ആക്കുവാനുള്ള ഊർജം ലഭിക്കും. പ്രതികൂല സാഹചര്യം കഠിനമാണെങ്കിൽ എന്തു ചെയ്യണം എന്നറിയാതെ നമ്മൾ പകച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. മുന്നോട്ട് പോകണോ, പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകണോ, ഒന്നും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു സ്റ്റിൽ സിറ്റുവേഷൻ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ കൂടെയുള്ളവരുടെ ഉപദേശങ്ങളും ഐഡിയാസും ഒക്കെ സഹായമായി വരും. നമ്മുടെ മനസ്സും ചിന്താഗതികളും മുന്നോട്ട് പോകാത്തിടത്ത് ആ സാഹചര്യം തരണം ചെയ്യാൻ ഇവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൽ നിശ്ചലാവസ്ഥ ഉണ്ടാവാതെ കർമ്മനിരതരായി മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ ശരീരത്തിനും മനസ്സിനും ക്ഷീണമോ ഉന്മേഷക്കുറവോ ഒക്കെ തോന്നിയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് റിലാക്സ് ആയാലോ എന്ന്. അങ്ങനെ റിലാക്സ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളിൽ ഒന്നാണ് യാത്ര. ശരീരത്തിനും മനസ്സിനും ഊർജവും ഉണർവും നൽകുന്നതും മൂല്യവത്തായതും ആയ യാത്രകൾ ചെയ്യുക. ഇതാണ് 2ാമത്തെ പോയിന്റ്. കുടുംബത്തോടൊപ്പമോ കൂട്ടുകാരുമൊത്തോ തനിച്ചുള്ള യാത്രകളോ ആവാം. യാത്രകൾ കണ്ണിന് കുളിർമയും മനസ്സിന് ഉന്മേഷവും പകരുന്നതിനോടൊപ്പം പുതിയ അറിവുകളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അനുയോജ്യമായ സംസർഗങ്ങളും അർത്ഥവത്തും ഉല്ലാസപ്രദവുമായ യാത്രകളും എപ്പോഴും ജീവിതത്തിൽ സന്തോഷം പകരും. സന്തോഷവാനായ വ്യക്തിക്ക് എപ്പോഴും സമാധാനവും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ പുതിയൊരു ആർജവത്തോടെയാണ് വീണ്ടും നമ്മുടെ കർമ്മപാതയിലേക്ക് ഇറങ്ങുക. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. കഴിവതും സമാന ചിന്താഗതിക്കാരുമായി സഹകരിച്ചും സഹവർത്തിച്ചും മുന്നോട്ടു പോവുക. മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ഊർജവും പകരുന്ന മൂല്യവത്തായ യാത്രകൾ ചെയ്യുക. പോയിന്റ് നമ്പർ 1, ഡു ജസ്റ്റ് ദ നീഡ്ഫുൾ. പോയിന്റ് നമ്പർ 2, ഡു ജോയിൻ ദ കമ്പനി ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. And point number 3, do journeys that enrich your mind and body for a joyful life. ജോയ്ഫുൾ ലൈഫിലെ ജെ മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ 2 എപ്പിസോഡുകളിലൂടെ കവർ ചെയ്തിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ ഓ എന്താണെന്ന് നോക്കാം.
എല്ലാവരും കാത്തിരിക്കുമല്ലോ അല്ലേ? നന്ദി.